പറഞ്ഞിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് കടം ആർക്ക് നമ്മൾ കൊടുത്താലും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അത് കടം വീട്ടാനുള്ള പൈസ കയ്യിൽ കിട്ടുമ്പോഴത്തേനും അത് കൊടുത്തൊന്ന് മനസ്സമാധാനമായിട്ടിരിക്കുന്നത്. നമ്മുടെ കോൾ അവർക്ക് അരോചകമാകുന്നു, ബ്ലോക്കാക്കാൻ ചിലപ്പോൾ ശ്രമിക്കും, ചിലപ്പോൾ നേരിട്ട് കണ്ടില്ലെന്ന് നടിക്കും. ഇതൊക്കെ ഹായ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് ഒരു കണക്ക് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണക്ക് എന്ന് പറഞ്ഞാൽ ഒരു 1.5 കണക്കാണ്. അതായത് എൻ്റെ ഒരു പ്രവാസി സുഹൃത്ത് എൻ്റെ അടുത്തൊരു അഡ്വൈസ് ചോദിച്ചതാണ്. സോ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു അഡ്വൈസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടേതായിട്ടുള്ളൊരു അഡ്വൈസ് എനിക്ക് ഈ കമൻറ്റിലൂടെ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതായത് എൻ്റെ ഈ സുഹൃത്തിൻ്റെ മറ്റൊരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു 20 ലക്ഷം രൂപ 2021 അദ്ദേഹത്തിൻ്റെ വേറൊരു സുഹൃത്തിൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് കൊടുത്തു. മനസ്സിലായോ? അതായത് ഒരാൾ 2021 അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന 20 ലക്ഷം രൂപ, അതായത് അദ്ദേഹത്തിൻ്റെ മോളുടെ വിവാഹത്തിന് വേണ്ടി എടുത്തു വെച്ചിരുന്ന തുക മറ്റൊരാളുടെ മോളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് കൊടുക്കുകയും ഒരു 4-5 വർഷം കഴിഞ്ഞിട്ടാണ് ഇങ്ങോരുടെ മോളുടെ കല്യാണം ഉണ്ടാവുള്ളൂ, ആ സമയത്ത് തിരികെ തന്നാൽ മതി എന്നും പറഞ്ഞ് ഈ പണം മറ്റൊരാൾക്ക് കൊടുത്തു. അവരുടെ വിവാഹ ആവശ്യത്തിന് കൊടുത്തു. അവരതുകൊണ്ട് ഗോൾഡ് എടുത്തു. അപ്പോൾ അന്നൊരു ഏകദേശം ഒരു 50 പവനോളം ഗോൾഡ് കിട്ടുമായിരുന്നു. ഒരു 50 പവൻ മോൾക്ക് കൊടുക്കുക എന്നുള്ള നിലക്കാണ് ഇദ്ദേഹവും ആ ഒരു പണം എടുത്തു വെച്ചത്. അപ്പോൾ അദ്ദേഹം എന്ത് കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിലിട്ടിട്ട് അതിൻ്റെ പലിശ കാര്യങ്ങൾ അങ്ങനെയൊന്നും വേണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മോളുടെ വിവാഹം ആകുമ്പോഴത്തേനും ഈ പൈസ തിരികെ കിട്ടിയാൽ മതി, അതുകൊണ്ട് ഗോൾഡ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 5 വർഷം കൊണ്ട് 2021 ഈ 50 പവൻ എടുക്കാമായിരുന്ന ഈ പണം 2025 ആയപ്പോഴത്തിലും പകുതിയായി ചുരുങ്ങി. അതായത് ആ എമൗണ്ടിലൂടെ 20 ലക്ഷത്തിലൂടെ വീണ്ടും ഒരു 17 ലക്ഷം കൂടി കൂട്ടിയാൽ മാത്രമേ ഈ 50 പവൻ ഇദ്ദേഹത്തിന് കിട്ടുള്ളൂ. അദ്ദേഹം ഭയങ്കര സാഡായിട്ടാണ് ഇരിക്കുന്നത്. എന്ത് പറയുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ മോൾക്ക് ഒരു 50 പവനെങ്കിലും കൊടുക്കാം, ഇത്ര വള, ഇത്ര മാല, ഇങ്ങനെ കമ്മല്, മോതിരം, ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ അന്നേ കണക്ക് കൂട്ടി വെച്ചൊരു കണക്കുകളുണ്ടായിരുന്നു. അത് പ്രകാരം ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ അതിന് പകുതി എടുക്കാൻ പറ്റുന്നുള്ളൂ. ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ് അവരുടെ ഒരു കൺഫ്യൂഷൻ. സോ ഈ തിരികെ തരുന്ന ആൾ 20 ലക്ഷം രൂപയായിട്ട് തിരികെ കൊടുക്കുകയുള്ളൂ. അത് തന്നെ പുള്ളിയുടെ കയ്യിലില്ല, അടുത്തും ഇവിടുന്നൊക്കെ കടം മേടിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. പക്ഷെ ഗോൾഡിൻ്റെ മൂല്യം ഇത്രയധികം വേരിയേഷൻ വന്നത് ഇദ്ദേഹത്തിന് ഭയങ്കര അടി കിട്ടി. ഒരു പക്ഷെ അന്ന് ഇദ്ദേഹം 50 പവൻ മേടിച്ചിട്ട് മറ്റാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ, 50 പവൻ കോയിനായിട്ട് മേടിച്ച് കൊടുത്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നമുക്ക് ആ 50 പവൻ കോയിനായിട്ട് തന്നാൽ മതി എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ 17 ലക്ഷം രൂപ അതിൽ ആഡ് ഓൺ ചെയ്ത് കിട്ടുമായിരുന്നു. നമ്മൾ ക്യാഷായിട്ട് കടം കൊടുത്തത് കൊണ്ട് തന്നെ നമുക്കത് ചോദിക്കാൻ നിവൃത്തിയുമില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മോളുടെ കല്യാണത്തിന് ഇനി സ്വർണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര മാത്രം, ഇതിൻ്റെ പകുതി അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഭയങ്കര ധർമ്മസങ്കടത്തിലായിട്ട് എന്തു പറയും, ഇപ്പോൾ ഈ തരാനുള്ള ആളോട് ഇതിനെപ്പറ്റി എന്ത് ചെയ്യാൻ പറ്റും, എന്ത് പറയാൻ പറ്റും എന്നുള്ളതാണ് ഒരു വലിയൊരു വിഷയം. അപ്പോൾ ഇതിലെന്തെങ്കിലും സജഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇപ്പോൾ നിങ്ങൾ പറയാം കടം കൊടുത്തതല്ലേ, തിരികെ കിട്ടുമ്പോൾ പണം കിട്ടുമ്പോൾ അപ്പം മാർക്കറ്റിലുള്ള മറ്റ് സാധനങ്ങളുടെ മൂല്യം വെച്ചിട്ട് ഈ പണത്തിന് കണക്കാക്കാൻ പറ്റുമെന്ന് വിചാരിക്കും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മോളുടെ കല്യാണത്തിന് 50 പവൻ എടുക്കാൻ വെച്ച തുകയായതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു അടിയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ, എന്ത് പറയണോ എന്നുള്ളത്. അപ്പോൾ അതുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ പ്ലസ് അതോടൊപ്പം തന്നെ നമ്മൾ ഒരാൾക്കൊരു പൈസ കടം കൊടുക്കുമ്പോൾ നമ്മളത് കിട്ടാവുന്ന ഒരു ടൈം, ഇപ്പോൾ ഒരു 4 മാസം 5 മാസം ഒരു 6 മാസം വരെ ഒന്നും കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ മേലോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് ആ സമയത്ത് ഉണ്ടാവുന്ന പണത്തിൻ്റെ മൂല്യം പല കാര്യങ്ങളും, നമ്മളിപ്പോൾ ഒരു വീട് വെക്കാൻ വെച്ച പൈസയാണ് ഒരാൾക്ക് കൊടുക്കുന്നതെന്ന് വിചാരിച്ചോ, ഒരു 3-4 വർഷം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ആ ഒരു പേയ്മെൻറ്റ് തിരികെ വാങ്ങുന്നത് വെച്ചാൽ ഒരു 20% 15% ഏറ്റവും ചുരുങ്ങിയത് ആ വീട് പിന്നീട് ചെയ്യാനായിട്ട് നമുക്ക് എന്തായാലും കൂടുതൽ ചിലവ് വരും. ഒരിക്കലും നമ്മൾ കടം കൊടുത്ത ആളേക്കെന്ന് ആ ഒരു എമൗണ്ട് കൂടുതലായിട്ട് കിട്ടാനുള്ളൊരു ചാൻസ് ഇല്ല. വാങ്ങാനെന്നല്ല, കടം കൊടുത്ത് തന്നെ കിട്ടാനുള്ള ചാൻസ് ഇല്ല. അതന്നെ അടിയും പിടിയും തല്ലും ചീത്തവിളിയും തെറ്റലൊക്കെ കൂടിയായിട്ട് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ പോയി, അത്രേ ഉള്ളൂ. അപ്പം അതിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ ഈ സാധനങ്ങളുടെ വില വർദ്ധിച്ചതോ, നമ്മൾ ഇത് മേടിക്കാൻ വേണ്ടി വെച്ചതായിരുന്നു, ഇപ്പോൾ പണം കൊണ്ട് അത് കിട്ടില്ല എന്നൊന്നും പറഞ്ഞാൽ അവരുടെ അടുത്തൊന്നും അത് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് കടം ആർക്ക് നമ്മൾ കൊടുത്താലും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അത് കടം വീട്ടാനുള്ള പൈസ കയ്യിൽ കിട്ടുമ്പോഴത്തേനും അത് കൊടുത്തൊന്ന് മനസ്സമാധാനമായിട്ടിരിക്കുന്നത്. ഒരു 70% ആളുകളും അവരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇനി ഭാവിയിലേക്കുള്ള കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവനിക്കത് കൊടുക്കണോ, അതായത് സ്വന്തം അവനവൻ്റെ അവകാശം എന്നുള്ള നിലയ്ക്ക് ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് ചെയ്യുന്നവർക്കും മനസ്സിലാവും,
അത് എൻ്റെ അനുഭവം ഉള്ള ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. സോ അത്തരം സിറ്റുവേഷനിലൂടെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പണമിടപാടുകളിൽ സൂക്ഷ്മത പുലർത്തുക. അത് കൊടുക്കുന്നവരും വാങ്ങുന്നവരും. നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് തിരികെ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു പണം ഉപയോഗപ്പെടുന്ന രീതിയിൽ കൊടുക്കാനായിട്ട് കൂടി ശ്രമിക്കുക. അതൊരു വലിയൊരു നന്മ കൂടിയാണ്. കാരണം ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാനൊക്കെ ഒത്തിരി പേരുടെ അനുഭവങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ വീട് വർക്ക് നമ്മൾ പലരിടത്തും ഏറ്റെടുത്തും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അവർ പലർക്കും ഇതിനു മുൻപ് കടം കൊടുത്തിട്ടുണ്ടായിരിക്കും അവരുടെ ആവശ്യങ്ങൾക്ക്. നമുക്ക് വീട് വയ്ക്കുന്ന സമയത്ത് തിരികെ തന്നാൽ മതി, നമുക്കൊരു ആവശ്യമുള്ളപ്പോൾ തിരികെ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമുക്കൊരാവശ്യം ഉണ്ടാകുമ്പോൾ അവർ തരാൻ മടിക്കുകയും ചെയ്യുന്നു. പിന്നെ നമ്മുടെ കോൾ അവർക്ക് അരോചകമാകുന്നു, ബ്ലോക്കാക്കാൻ ചിലപ്പോൾ ശ്രമിക്കും, ചിലപ്പോൾ നേരിട്ട് കണ്ടില്ലെന്ന് നടിക്കും. ഇതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കടം കൊടുക്കുമ്പോൾ ഒന്ന് നമ്മൾ ആ ഒരു ധാരണയിൽ കൊടുക്കുക. ബന്ധവും പോവും പണവും പോകും എന്നുള്ള ധാരണയും കൊടുക്കുക. അതല്ലെങ്കിൽ നല്ലൊരു ബന്ധം നമുക്ക് കിട്ടി നമ്മുടെ ഒരു ആവശ്യത്തിലും ഉപകരിക്കും എന്നുള്ള തരത്തിലും കൊടുക്കാം. ഇത് രണ്ടും ഇല്ല എന്താവണോ എന്നുള്ളത് ഇത് വാങ്ങുന്ന ആൾ തീരുമാനിക്കണം. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് എന്തായാലും അനുഭവങ്ങളുണ്ടാവും. നമ്മൾ പണം കൊടുത്തിട്ട് നമുക്ക് ശത്രുക്കളെ സമ്പാദിച്ചിട്ടുള്ള ആളുകളുണ്ടാവും. പണം കൊടുത്തിട്ട് നമ്മളെ പലരും അങ്ങോട്ട് നമ്മളെ പണം വാങ്ങിക്കൊണ്ടുപോകും ചെയ്തിട്ട് നമ്മളെ തിരികെ ചോദിച്ചാൽ നമ്മളെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ഒരുപാട് പല എന്താണ് വിവിധ വൈവിധ്യങ്ങളിലൂടെയാണ് ഈ വക കാര്യങ്ങളിൽ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മൾ കഷ്ടപ്പെടുണ്ടാക്കുന്ന പണമാണ്, അതിനൊരുപാട് വിലയുണ്ട്. നമ്മൾ പണത്തെ സ്നേഹിക്കണം എന്ന് തന്നെ പറയും. കാരണം പണം ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നതും നമ്മുടെ കൂടെയുള്ളവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതും ഒക്കെ പണം തന്നെയാണ്. ഒരുപാട് കാലം അധ്വാനിച്ച് എന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നാട്ടിൽ വരുമ്പോഴും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു 10 രൂപ കുറവാണെങ്കിൽ അത് ഇത്ര കാലം നീ സമ്പാദിച്ചിട്ട് എന്തുണ്ടാക്കി, അല്ലെങ്കിൽ നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. നീ ഇന്നതൊക്കെ ചെയ്തില്ലടാ, ഇനി ബാക്കിയുള്ളതൊന്നും നിന്നെ കൊണ്ട് എത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല, ബാക്കി ഞങ്ങളും എന്തെങ്കിലും ചെയ്യാമെന്ന് പറയാൻ ആരും കാണില്ല. അത് ഈ ദുനിയാവിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. ചെയ്യുന്നവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, ചെയ്യാത്തവർ ചെയ്യില്ല, അവരവരേതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് പോകും. അപ്പോൾ അങ്ങനെ ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓരോരുത്തരും അനുഭവസ്ഥരായിരിക്കും. സോ പണമിടപാടുകളിൽ ഏറ്റവും സൂക്ഷ്മത പുലർത്തുക. തിരികെ കൊടുക്കാനുള്ള ആളുകൾ അത് കൃത്യമായിട്ട് മാക്സിമം ടൈം അതായത് കുറവാക്കിക്കൊണ്ട് പറ്റാവുന്നിടത്തോളം നിങ്ങളത് പെട്ടെന്ന് തന്നെ കൊടുത്ത് ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഏത് കാലത്തും നിങ്ങൾക്കതൊരു ബാധ്യതയായിട്ടും ഒരു മനസ്താപമായിട്ടും മനഃശാപമായിട്ടൊക്കെ മാറും. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഒരു വലിയ വീഡിയോ ആയിപ്പോയി, സോറി, ബൈ ബൈ.